മിക്ക ആളുകളുടെയും ഫേവറേറ്റ് ഡിഷായ ആൽഫ്രെഡോ ചിക്കൻ പാസ്തയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് പെന്നെ പാസ്ത വെച്ചിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഈ ഡിഷ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാസ്ത വേവിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. ഓയിൽ ചേർത്താൽ പാസ്ത വെന്ത് കഴിയുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കില്ല. ഞാനിവിടെ 400 ഗ്രാം പെന്നെ പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഇത് മുഴുവൻ ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. പാസ്ത പൊതുവെ ഒരു 75-80% വരെയൊക്കെ വേവിക്കാറുള്ളൂ. പക്ഷെ ഞാനൊന്നുകൂടി നന്നായിട്ട് വേവിക്കും. എനിക്ക് വേവ് കുറഞ്ഞ പാസ്ത ഇഷ്ടമല്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേവിച്ചെടുക്കാം. പാസ്ത ഇവിടെ നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. ഇത് ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് ഇതിൻ്റെ വെള്ളം മുഴുവൻ കളയണം. പാസ്ത മുഴുവനായിട്ട് ഈ സ്ട്രെയിനറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഇത് ടാപ്പ് തുറന്ന് വെച്ച് നമുക്ക് ഈ പാസ്ത നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്ട്രെയിനറിൽ തന്നെ ഇത് വെക്കാം. ഒന്നുകൂടി നന്നായിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഈ സ്ട്രെയിനർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 400 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും ഈ ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ചിക്കൻ നമുക്കൊരു ഫ്രൈങ് പാനിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ഈ പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽറ്റായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസായതുകൊണ്ട് തന്നെ ചിക്കൻ പെട്ടെന്ന് ഫ്രൈ ആയിക്കോളും. ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ഒരു ഭാഗം ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ ഭാഗവും കൂടി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇതിപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റുകയാണ്. ഞാൻ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല വീതി വിസ്താരമുള്ള ഒരു പാത്രം എടുക്കുകയാണെങ്കിൽ നല്ല സൗകര്യമായിരിക്കും. ഞാനിതിൽ 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ബട്ടറിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതുപോലെ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കളറ് മാറാനൊന്നും നിൽക്കണ്ട. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മൈദ ഇതിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് വഴറ്റണം. ഈ മൈദയുടെ മണം ശരിക്കും മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു മൈദയുടെ ഒരു വല്ലാത്ത രുചി വരും പാസ്തക്ക്. അതുകൊണ്ട് മൈദയുടെ ആ രുചിയും മണമൊക്കെ നന്നായിട്ട് പോകുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ആവശ്യമാണെങ്കിൽ അല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് അല്പം ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇത് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം.
ഇത് സാധാരണ പശുവിൻ പാലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി മൈദയും വെളുത്തുള്ളിയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാലിവിടെ നല്ല കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1/4 കപ്പോളം ചേർക്കുന്നുണ്ട്. ഈ ചീസും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചീസ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനല്പം കട്ടിയായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വീണ്ടും കുറച്ച് 1/2 കപ്പോളം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കട്ടി കൂടുതലാണെങ്കിൽ ഈ സമയത്ത് പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ മൊത്തത്തിൽ ഞാൻ 2 കപ്പ് പാൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഇട്ട് കൊടുക്കാം. അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പാഴ്സ്ലി ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഡ്രൈഡ് പാഴ്സ്ലി ലീവ്സ് ആണ്. അതുപോലെ 1/2 ടീസ്പൂൺ ബാസിൽ ലീവ്സ് ചേർത്ത് കൊടുക്കാം. അല്പം ഒറിഗാനോയും കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ ഒറിഗാനോ ചേർത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വരെ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ആൽഫ്രെഡോ ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ടൊരു സെർവിങ് ബൗളിലേക്ക് ഇത് വിളമ്പിയെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റിയും ക്രീമിയും ചീസിയുമായിട്ടുള്ള നമ്മുടെ ആൽഫ്രെഡോ ചിക്കൻ പാസ്ത ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം. താങ്ക്